അസ്സലാമലൈക്കും. എന്താ ചൂടിലെ ഈ ചൂടിനെ ശമിപ്പിക്കാൻ നമുക്ക് നമ്മുടെ വീട്ടിൽ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സർബത്താണ് നന്നാരി സർബത്ത്. നന്നാരി സർബത്ത് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം നന്നാരി സിറപ്പ് ഉണ്ടാക്കണം. അതെങ്ങനെയെന്ന് കണ്ടു നോക്കാം. നമ്മുടെ തൊടിയിലേക്ക് കണ്ടുവരുന്ന ഒരു സസ്യമാണിത്. ഇതിന് പൊതുവെ നന്നാരി എന്നാണ് അറിയപ്പെടുന്നത്. നറുനേണ്ടി എന്നത് മറ്റൊരു പേരാണ് കേട്ടോ. ഈ സസ്യത്തിന്റെ വേര് മണ്ണിനടിയിലോട്ട് ആഴത്തിൽ പോയിട്ടുണ്ടാവും. നമ്മൾ വലിച്ചെടുക്കുമ്പോൾ വളരെ കുറച്ച് ഭാഗം മാത്രമേ കിട്ടുകയുള്ളൂ. ഒരു പിടി നറുനേണ്ടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ട് സിറപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് ഇത് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കണം. പിന്നീട് ഇത് അമ്മിക്കല്ലിലിട്ടിട്ട് നല്ല പോലെ ഒന്ന് ചതച്ചെടുക്കുക. 1 കിലോ പഞ്ചസാരയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ സർബത്ത് ഉണ്ടാക്കുന്നതിന്റെ ആദ്യപടിയാണ് ഈ പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കുക എന്നുള്ളത്. ഇതിനു വേണ്ടിയിട്ട് വലിയൊരു പാത്രം തന്നെ എടുക്കണം. ഇതിലേക്ക് ഈ പഞ്ചസാര മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഉരുക്കിയെടുക്കണം. പഞ്ചസാര നന്നായി മെൽറ്റ് ആയിട്ട് ബ്രൗൺ നിറത്തിലേക്ക് മാറിയാൽ ഇതിലേക്കായിട്ട് 1 കിലോ പഞ്ചസാരക്ക് 2 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഈ പഞ്ചസാരയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകിൽ ഫ്ലെയിം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം. എന്നിട്ടാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് അകലം പാലിക്കണം കേട്ടോ, മേലേക്ക് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. വെള്ളം ഒഴിക്കുന്നതോടുകൂടി പഞ്ചസാര കട്ടിയായി മാറും കേട്ടോ. കുറച്ചു നേരം നന്നായി നല്ല പോലെ തന്നെ ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ പഞ്ചസാര ഉരുകി കിട്ടും. നന്നായി തിളക്കണം. നന്നായി തിളച്ചു കഴിഞ്ഞാൽ ഇതിലേക്കായിട്ട് ചതച്ച് മാറ്റി വെച്ച നന്നാരി ഉണ്ടല്ലോ, നന്നാരി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിനെ നന്നായി തന്നെ തിളപ്പിക്കണം കേട്ടോ. നന്നായി തിളപ്പിച്ച് 2 ലിറ്റർ വെള്ളം ഒഴിച്ചത് 1 ലിറ്റർ ആകുന്നത് വരെ വെട്ടി തിളച്ച് വറ്റി വരണം. ഇനി ഇത് വിറകടുപ്പിലേക്ക് മാറ്റുകയാണ് ഞാൻ. കാരണം എന്താന്ന് വെച്ചാൽ നല്ല ഫോഴ്സിൽ ഇതിന് ഫ്ലെയിം വേണം. ഇതിന് വേണ്ടിയിട്ട് തന്നെ കൂടുതൽ സമയം തിളച്ചുകൊണ്ടിരിക്കാൻ വേണം. ഇതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഇതിനെ വിറകടുപ്പിലേക്ക് മാറ്റി. ഇനി ഇതിലേക്കായിട്ട് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. എഗ്ഗിന്റെ മഞ്ഞക്കൊരു ചാടാതെ വേണം പൊട്ടിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ നന്നാരിയുടെ പേരിലുള്ള എന്തെങ്കിലും അഴുക്കുണ്ട് ഈ എഗ്ഗ് പതഞ്ഞു വരുന്നതോടൊപ്പം ഇതിന്റെ ഈ പാത്രത്തിന്റെ സൈഡിലേക്കായിട്ട് വരും. അത് പിന്നീട് കോരിയെടുത്താൽ മതി. ഇത്രയും മതി കേട്ടോ. ഇതിപ്പോ 2 ലിറ്ററിലത് 1 ലിറ്റർ മാറിയിട്ടുണ്ട്. ഇനി ഇതിലെ ഈ വേരുകളുണ്ടല്ലോ, ഇതൊന്ന് അരിച്ചു മാറ്റാം. നല്ലപോലെ ചൂടാറിയതിനു ശേഷം ഇത് വേറെ ഒരു കുപ്പിയിലോ ജാറിലോ ആക്കി മാറ്റി വെക്കാവുന്നതേ ഉള്ളൂ. ഇതാണ് നന്നാരി സർബത്തിന്റെ രൂപം. നന്നാരി സർബത്ത് 3 വിധത്തിൽ ഞാനിവിടെ തയ്യാറാക്കും. ഒന്ന് കണ്ടു നോക്കാം. ഒരു ടീസ്പൂൺ കസ്കസ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കുക. 5 മിനിറ്റിനുള്ളിൽ തന്നെ ഇതൊന്ന് നല്ലപോലെ വീർത്ത് വരും. ഇനി നമുക്ക് സർബത്ത് തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് ആദ്യം കുറച്ച് കസ്കസ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് മുകളിലായിട്ട് 3 ടേബിൾ സ്പൂണോളം നന്നാരി സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. 1 മുറി നാരങ്ങയുടെ നീര് ചേർക്കണം. പിന്നെയുള്ള ഭാഗത്തേക്ക് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതാണ് നമുക്ക് കടകളിൽ നിന്ന് കിട്ടുന്ന നന്നാരി സർബത്ത്. ഇനി നന്നാരി സോഡ സർബത്ത് തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് അല്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2-3 ടേബിൾ സ്പൂൺ നന്നാരി സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. 1 മുറി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുക. പിന്നെ സോഡയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നന്നാരി സോഡ സർബത്ത് തയ്യാറായി. ഇനി നമുക്ക് നന്നാരി ബൂസ്റ്റ് കുലുക്കി സർബത്ത് തയ്യാറാക്കാം. ഇതിനായിട്ട് ഒരു ഗ്ലാസ്സിലേക്ക് നന്നാരി സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. 5 രൂപന്റെ ഒരു പാക്കറ്റ് ബൂസ്റ്റ് പൊടി ചേർത്ത് കൊടുക്കുക. 1 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിനുശേഷം നന്നായി കുലുക്കാൻ ആവശ്യമായ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നല്ല പോലെ തന്നെ ഒന്ന് കുലുക്കിയെടുക്കുക. പിന്നീട് ഇത് ആ ഗ്ലാസ്സിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതാണ് നന്നാരി ബൂസ്റ്റ് കുലുക്കി സർബത്ത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.